ഹായ് എവരിവൺ. എന്താണ് ലക്ഷ്മിയും നമ്മുടെ ലാലേട്ടനും തമ്മിലുള്ള പ്രശ്നം? വീണ്ടും ചെറിയൊരു പ്രശ്നമായിട്ടുണ്ട് മക്കളെ. ലക്ഷ്മി ഏറ്റവും അവസാനം ലാലേട്ടനോട് സോറിയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. ഓക്കെ, അതിനു മുമ്പ് കുറേ പേര് മെസ്സേജ് അയച്ചതാണ് അനുമോളെ, അതായത് നേരിൽ കാണാൻ പറ്റുമോ എന്ന്. ഇന്ന് 3 മണിക്ക് എറണാകുളത്ത് വെച്ച് അനുമോൾ പ്രസ് മീറ്റ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഫ്രീ ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയി നോക്കൂ, എറണാകുളം ഭാഗത്തുള്ളവർ. അതിനുശേഷം നമ്മുടെ സിയാസ് കരീമും അനുമോളും 15-ാം തീയതിക്ക് ഒരു ഉദ്ഘാടനമുണ്ട്. ഓക്കെ, ഇത് കുറേ പേര് കമൻ്റ് ഇട്ട് ചോദിച്ചത് കൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, പൊന്നു പ്രേക്ഷകരെ, വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ രേണു സുധിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് വലിയ രീതിയിൽ വൈറലാവുന്നുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഒരുപാട് പേര് പ്രപ്പോസൽസ് വരുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്നെ കഴിഞ്ഞ ദിവസം വന്നു. ആൾ ഡിവോഴ്സ് ആണ്. രേണുവിനെ ഇഷ്ടമാണ്. നേരിട്ട് തന്നെ സംസാരിച്ചു. രേണുവിനെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ചേട്ടൻ ഞാൻ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ കല്യാണത്തെ പറ്റി ഒന്നും തീരുമാനിച്ചില്ല. ചേട്ടൻ നല്ല പെണ്ണ്. അതുപോലെ വേറെ മോളെ പോലെ നോക്കിക്കോളാം. പുറത്തുനിന്നുള്ള ദുബായിക്കാരൻ മോളെ പോലെ. അതിന് മുന്നേ 2-3 മാസം മുന്നേ മോളെ പോലെ നോക്കിക്കോളാം. സ്വത്തുണ്ട്. കാര്യം സോഷ്യൽ മീഡിയയിൽ എന്ത് വന്നാലും എനിക്ക് വിഷയമല്ല. എന്റെ ഈ പണമുണ്ട്. രേണു ഒന്ന് സമ്മതിച്ചാൽ മതി. ഇതിനെ കിട്ടി ഒരുപാട് പേര് അങ്ങനെ ഒരു 4-5 പ്രപ്പോസൽസ് എങ്കിലും വന്നു കല്യാണം കഴിക്കാനുള്ള രീതി. എന്റെ അടുത്ത് നേരിട്ടാണ് വരുന്നത്. രേണു കല്യാണം കഴിക്കാൻ താല്പര്യമാണ്. പൊന്നു പോലെ നോക്കി. ഒരാൾ കുഞ്ഞിനെ പോലെ നോക്കിക്കോളാം. എനിക്കൊന്ന് അച്ചറക്കാൻ എന്റെ ഇളയതാണ്. കുഞ്ഞിനെ പോലെ നോക്കാതെ പറഞ്ഞു. ഞാൻ അപ്പുറം. രേണു സുധി പറയുന്നത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ഇൻസ്റ്റഗ്രാം തൊടാൻ പറ്റുന്നില്ല, ഇഷ്ടം പോലെ പ്രപ്പോസാണ് രേണു സുധിക്ക് വരുന്നത് എന്നാണ്. നല്ലത് തന്നെയാണ്. നല്ലതൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കെട്ടിക്കോളും, നല്ല കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് നമ്മുടെ ലാലേട്ടനും ലക്ഷ്മിയും തമ്മിലുള്ള പ്രശ്നം? അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം. അതിനുശേഷം കുറേ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഒന്നൊന്നായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഈ കാര്യം ഞാൻ സംസാരിച്ചായിരുന്നു. ഇതിന്റെ കാര്യം എനിക്ക് ലാലേട്ടൻ ഇത്രയും സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നെന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയുന്നത്. അതും എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം ലാലേട്ടൻ ഇറക്കിയിരിക്കുന്ന ഒരു പോസ്റ്ററിന്റെ കമന്റ് പോയി നോക്കൂ എന്നാണ് എല്ലാവരും പറഞ്ഞു. അതിലിപ്പോഴും നെഗറ്റീവ് കമൻസ് ഉണ്ട്. അപ്പോൾ ആഫ്റ്റർ പാർട്ടിക്കാണ് എനിക്ക് ലാലേട്ടനെ കാണാൻ പറ്റിയത്. ലാലേട്ടനോട് ഞാൻ ആദ്യമേ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് സോറി പറയാൻ തുടങ്ങുന്നതിന് മുന്നേ ലാലേട്ടൻ വിലക്കി. വേണ്ട, അത് ഗെയിമിൻ്റെ പാർട്ട് ഓഫ് ഗെയിം ആണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിലക്കി. പിന്നെ ലാലേട്ടൻ പാട്ട് പാടാനൊക്കെ ആവശ്യപ്പെട്ടിട്ട് ഒരു പാട്ട് പാടാനൊക്കെ പറ്റി. അവിടെ ഒന്നും ക്യാമറാസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അതൊക്കെ വലിയ വലിയ ഭാഗ്യമാണ് ജീവിതത്തിലെ. ലാലേട്ടൻ്റെ പിള്ളേരെന്ന് പറഞ്ഞില്ലേ, അതും ആ അവാർഡ് കിട്ടിയ സമയത്ത് അവിടെ ഉണ്ടാവാൻ പറ്റിയതൊക്കെ ഞങ്ങൾക്കൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്ന. അതൊക്കെ മതി. അതൊക്കെ കൂടുതലൊന്നും വേണ്ട. ഞാനും നിങ്ങളും കണ്ടതാണ് ആദില നൂറയെ എൻ്റെ വീട്ടിൻ്റെ പടിക്ക് പോലും കയറ്റൂല എന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ ലാലേട്ടനെ എതിർത്തത്. അതിനെക്കുറിച്ച് ലാലേട്ടന് കുറേ തെറി കമൻ്റാണ് ലാലേട്ടൻ്റെ പോസ്റ്റിന് താഴെ വന്നത്. അതിനെക്കുറിച്ചാണ് ലക്ഷ്മി സോറി ചോദിക്കാനൊക്കെ പോയതൊക്കെ. പൊന്നു പ്രേക്ഷകരെ, ലക്ഷ്മിയുടെ ഒരു വീഡിയോ ക്ലിപ്പും കൂടി വരുന്നുണ്ട്. അതായത് നമുക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഫ്രണ്ട് അനുമോൾ എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അത് ഞാൻ പ്ലേ ചെയ്യാം. അതിന് മുമ്പ് നൂറ, അതായത് ബിഗ് ബോസ് സീസൺ 6ന്റെ നൂറ അനുമോളെക്കുറിച്ച്, അനുമോളുടെ വിജയത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആ ദിവസം ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, ഒരിക്കലും ഞാൻ പറയില്ല. കാരണം അനുമോള് ഓൾറെഡി അത്രയും എന്താ പറയാ, കേരളം മൊത്തം അറിയുന്ന ഒരു ഫേസ് ആണ് അവളുടെ. PR കൊണ്ട് മാത്രമല്ല അവള് ജയിക്കുന്നത്. PR ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ട്, രണ്ടും കൂടെയാണ് അവള് ജയിക്കുന്നത്. നൂറ പറഞ്ഞത് 100% ശരിയാണ്. അതായത് അനുമോള് എല്ലാവർക്കും അറിയാം, സ്റ്റാർ മാജിക് സീരിയൽ മേഖലയിൽ TV പ്രോഗ്രാമിലൊക്കെ 10 വർഷം ഒരാൾ TV പ്രോഗ്രാമിലുണ്ടെങ്കിൽ നോക്കൂ എത്ര പേർക്ക് അറിയും അനുമോള്. ആ സൈഡിൽ നിന്ന് കുറച്ച് വോട്ട്, പിന്നെ PR, രണ്ടും മിക്സ് ആയിട്ടാണ് അനുമോൾ ജയിച്ചത്. കറക്റ്റ് പോയിന്റാണ്, സത്യസന്ധമായ മറുപടിയാണ്. ഓക്കെ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ലക്ഷ്മി പറയുന്നുണ്ട് അനുമോളെ പോലെയുള്ള ഒരു നല്ല ഫ്രണ്ടിനെ നമുക്ക് വേണം. ലക്ഷ്മി പറയുന്നത് അനുമോള് വലിയൊരു പുണ്യമാണ്, അങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടാൻ പുണ്യം ചെയ്യണമെന്നാണ്. നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, സൗഹൃദങ്ങളായിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, ഇതുപോലുള്ളൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും എന്താണ്, അനുമോൾക്ക് അവിടെ നഷ്ടപ്പെട്ടു, കുറച്ച് നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് തോന്നും. പക്ഷെ ഞാൻ അതിനെ നോക്കിക്കാണുന്ന അങ്ങനല്ല. അവർക്ക് അനുമോളെ പോലൊരു നല്ല വ്യക്തിയെയാണ് അവിടെ നഷ്ടപ്പെട്ടത്. അത്രയും മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരാളെ അവരെ നഷ്ടപ്പെടുത്തി. അവർക്കാണ് നഷ്ടം. അനുമോൾക്ക് യാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അവളുടെ നല്ല മനസ്സോടുകൂടി അവള് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവൾ ഇനിയും കണ്ടിന്യൂ ചെയ്യും. നല്ല ആൾക്കാർ ഇനിയും അവളുടെ ചുറ്റും ഉണ്ടാവും. അവൾക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിന് കുറച്ച് വിഷമം വന്നു കാണും, പക്ഷെ അവൾ പഠിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വിശ്വസിക്കരുത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അവർക്കാണ് നഷ്ടം. അനുമോൾക്ക് യാതൊരു നഷ്ടവുമില്ല. അവൾ കപ്പ് ജയിച്ചതിനേക്കാളും കൂടുതലുള്ള കാര്യങ്ങൾ അവള് ജീവിതത്തിലാണെങ്കിലും ഇതിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ലക്ഷ്മി പറഞ്ഞതാണ് മക്കളെ. ഒരു സാഡായിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ബിഗ് ബോസ് സീസൺ 7 തീർന്നു മക്കളെ. അതായത് അതിൻ്റെ ചർച്ചാ വിഷയങ്ങളെല്ലാം ഒന്നൊന്നൊന്നായിട്ട് കുറയുകയാണ്. ഇനി പ്രത്യേകിച്ച് യൂട്യൂബിൽ ഇപ്പോൾ ഒന്നുമില്ല, കൂടിപ്പോയ 2 ദിവസം
എന്തെങ്കിലും ഇപ്പോൾ ആദില നൂറയുടെ പ്രതികരണം മാത്രമാണ് ഇനി വരാൻ ബാക്കിയുള്ളത്. അത് വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ചർച്ച ചെയ്യും. അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 മറക്കുകയാണ് എല്ലാവരും. പിന്നീട് അനീഷ്, അനുമോള് ഇതൊക്കെ, അതായത് ഒരു കാര്യം പറയുകയാണ്, വിജയിച്ചു കഴിഞ്ഞു, അനുമോൾ വിജയിച്ചു കഴിഞ്ഞു. 2 ദിവസം വലിയ ചർച്ചയായി, PR മറ്റത് മറിച്ചത്. ഇനി ചർച്ചയൊന്നുമില്ല, എല്ലാവരും മറക്കാൻ പോവുകയാണ്. ഇനി അനുമോളുടെ വിഷയമോ ഈ പറയുന്ന അനീഷിൻ്റെ വിഷയമോ നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവർ ലൈവിൽ എന്തെങ്കിലും വൃത്തികേട് പറയണം, അങ്ങനെ എന്തെങ്കിലും ആവണം. സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി വല്ലാത്ത സാഡാണ്. കാരണം ബിഗ് ബോസ് തീർന്നത് കൊണ്ട് വല്ലാത്ത സാഡാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നമ്മളതിൽ അഡിഷൻ ആയിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് എല്ലാ ദിവസവും ബിഗ് ബോസിൻ്റെ 70 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ റിവ്യൂ ഇടാൻ തുടങ്ങുന്നത്, കാര്യമായി റിവ്യൂ ഇടാൻ തുടങ്ങുന്നത്. ഓക്കെ, അതായത് ഫ്രീ ആയിട്ട് നിങ്ങളൊക്കെ അറിയിക്കുന്നത്. അപ്പോൾ 30 ദിവസം കൊണ്ട് ഒരു ദിവസം 3 വീഡിയോ വെച്ച് ബിഗ് ബോസിൻ്റെ പ്രൊമോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വല്ലാതെ മിസ്സിങ് ആണ് ബിഗ് ബോസ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ കുറേ അനുമോളുടെ ചർച്ചയായി, അനീഷിൻ്റെ ചർച്ചയായി, അതൊന്നും എന്നുമില്ല. 2 ദിവസം കഴിഞ്ഞാൽ A to Z അട്ടറിൽ തീരും ചർച്ചാ വിഷയം. ഇനി ചർച്ചയാവുന്നത് ഒന്ന് അനീഷിന് ഇൻ്റർവ്യൂക്ക് വിളിക്കുന്ന സമയത്ത്, അതിനുശേഷം അനുമോൾ ഇൻ്റർവ്യൂക്ക് വിളിക്കുന്ന സമയത്ത്, ആദില നൂറൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ തീരും. അപ്പോൾ പൊന്നാര പ്രേക്ഷകരെ, നമ്മളിങ്ങനെ ഇനിയൊരു ബിഗ് ബോസ് വരുന്നത് വരെ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയാൽ നിങ്ങളിലേക്ക് അറിയിക്കും. ഓക്കെ, ഒരു ദിവസം മിനിമം 2 വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം, കൂടിപ്പോയ 3. 2 ഞാൻ പണിയുടെ ഇടയിലാണ്. ഓക്കെ, ഫ്രീയിലും ഉണ്ടാണ്ടിരുന്നിട്ടല്ല, ജോബിൻ്റെ ഇടയിലാണ്. നിങ്ങൾക്ക്, അതായത് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയവരാണെങ്കിൽ, അല്ലെങ്കിൽ തുടങ്ങാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡീഷൻ ആകും യൂട്യൂബും. വെറുതെ എന്തെങ്കിലും ഒരു വീഡിയോ ഇടാം അങ്ങനെ തോന്നും. ഓക്കെ, അപ്പോൾ നാട്ടിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ബിഗ് ബോസിൻ്റെ എല്ലാ ചർച്ചയും അവസാനിച്ചു. ഇനി എന്തെങ്കിലും വലിയ കാര്യം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ വീഡിയോ ചെയ്യും. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.